വാർത്തകൾ തുടരുന്നു. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ കാശ്മീർ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സമസ്ത കേരള സുന്നി മഹല്ല ഫെഡറേഷൻ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മർക്കസ് കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കശ്മീർ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിദേശ തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റാനാണ് കശ്മീർ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തീവ്രവാദ വിരുദ്ധ പ്രചരണത്തിന് കാന്തപുരവുമായി സഹകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. അവിടെ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കാശ്മീരിലെ 250-300ഓളം കുട്ടികൾ എൻ്റെ നാട്ടിലെ മർക്കസ് എന്ന സ്ഥാപനത്തിൽ താമസിച്ച് പഠിക്കുന്നുണ്ട്. കേരളവും കാശ്മീരും രണ്ടറ്റത്താണെങ്കിലും ഞങ്ങളുടെ സ്നേഹവും സൗഹൃദവും നമ്മുടെ രക്തബന്ധവും വലുതാണ്. ആ കുട്ടികളെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളായി കാണുന്നു, ഞങ്ങളുടെ കേരളത്തിൻ്റെ മക്കളായി കാണുന്നു. അവർ വിദ്യാസമ്പന്നരായി തിരിച്ചു വരുമ്പോൾ അത് ഈ കാശ്മീർ താഴ്വരയ്ക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന് അവിടെ പത്രക്കാരോട് ഞാൻ പറയുകയുണ്ടായി. അത് ഞാൻ പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ടായിരുന്നു. അഭിമാനത്തോടെ സന്തോഷത്തോടെ കാശ്മീർ താഴ്വരയിൽ നിന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞു, നിങ്ങളുടെ മക്കളെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, അവർ ഞങ്ങളുടെ നാട്ടിൽ വിദ്യാഭ്യാസം നടത്തുന്നു പറയാൻ അവസരമുണ്ടാക്കി തന്നത് മർക്കസാണ് എന്നതിലാണ് എനിക്ക് സന്തോഷം. വാർത്തകൾ തുടരുന്നു. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ കാശ്മീർ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സമസ്ത കേരള സുന്നി മഹല്ല ഫെഡറേഷൻ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മർക്കസ് കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കശ്മീർ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിദേശ തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റാനാണ് കശ്മീർ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തീവ്രവാദ വിരുദ്ധ പ്രചരണത്തിന് കാന്തപുരവുമായി സഹകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. അഭിമാനത്തോടെ സന്തോഷത്തോടെ കാശ്മീർ താഴ്വരയിൽ നിന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞു, നിങ്ങളുടെ മക്കളെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, അവർ ഞങ്ങളുടെ നാട്ടിൽ വിദ്യാഭ്യാസം നടത്തുന്നു പറയാൻ അവസരമുണ്ടാക്കി തന്നത് മർക്കസാണ് എന്നതിലാണ് എനിക്ക് സന്തോഷം.